എവരിബഡി വെൽക്കം ടു അനദർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കല്യാണമാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2015 കോളേജ് ടൈമിൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ 2015 അപ്പോൾ ഇപ്പോൾ 2025 10 വർഷത്തെ നമ്മൾ തമ്മിൽ അറിയാം. അപ്പോൾ ഞങ്ങൾ ഗ്യാങ് ഉണ്ടായിരുന്നു, 5 പേരുടെ ഗ്യാങ്. അപ്പോൾ അതിൽ 3 പേര് ഓൾറെഡി കല്യാണം കഴിഞ്ഞ് ഒരാൾക്ക് കൊച്ചായി. അങ്ങനെ 4ാമത്തെ ആളുടെ കല്യാണമാണ് വരുന്നത്. സാറ്റർഡേ എൻഗേജ്മെന്റ്, മൺഡേ എങ്ങനെയാണെന്ന് തോന്നുന്നു കല്യാണം. അപ്പോൾ 2-3 ദിവസമായുള്ളൂ. 2 ദിവസം മുന്നെയാണ് വിളിച്ചത്. പെട്ടെന്നായിരുന്നു പറഞ്ഞിട്ട് കല്യാണം വിളിച്ചു. ക്രിസ്ത്യൻസിന് കല്യാണത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഫുഡായിരിക്കും. പിന്നെ ടേബിളിൽ വെച്ചിട്ട് അറേഞ്ച്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുത്ത് കഴിക്കാം. പക്ഷെ ഒരു പ്രശ്നമുള്ളൂ. എനിക്ക് തോന്നിയത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷട്ടർ പോകുമ്പോഴത്തേനും ഓടി ചെന്ന് കയറി ഇരുന്നില്ലെങ്കിൽ സീറ്റ് കിട്ടാൻ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും. മാക്സിമം ഞാൻ ഫസ്റ്റ് തന്നെ ഓടി കയറി ഇരിക്കാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചു എന്ത് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. പണ്ടൊക്കെ ഞങ്ങൾ ഫോട്ടോ ഫ്രെയിം പോലത്തെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സിൻ്റെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഒരു ഐഡിയ അങ്ങ് പറഞ്ഞു, ഞാനൊരു ഡ്രസ്സ് ഈ ഒരു ബഡ്ജറ്റ് പറഞ്ഞാൽ മതി, ഞാനൊരു ഡ്രസ്സ് അങ്ങ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റ് തന്നു. അപ്പോൾ അതിന് ഞാനൊരു ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇന്നലെയാണ് ചെയ്തെടുത്ത്. വീഡിയോ ഒന്ന് വേഗം പോയി കണ്ടിട്ട് വരാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഷെയ്ഡിലുള്ള ഫാബ്രിക്കാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഗ്രൂപ്പിലിട്ട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡ്രസ്സാണ്, ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ്. ഇങ്ങനെ സാരി ആയിട്ടും ചെയ്യാൻ പറ്റും. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ്. എൻ്റെ മെഷീൻ അവർ സ്റ്റിച്ച് ചെയ്യുന്നൊന്നും ഇല്ല. ഇത് ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് സൈഡ് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡ്രസ്സ് അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പുറകിൽ ആ കട്ടുന്ന ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് വരാം. ഇതാണ് ഫുൾ കംപ്ലീറ്റ് ആയി. ഞാൻ അവളോട് സൈസൊക്കെ ജസ്റ്റ് ചോദിച്ചായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഇഷ്ടമാണെന്ന് 2 ഫോട്ടോ കഴിച്ചു കൊടുത്തപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കാരണം ഞാൻ അതുപോലെ എങ്ങനെ ചെയ്തേക്കാന്ന് വെച്ചു. നല്ല ലൈനിങ് ഇട്ടാണ് ചെയ്തിരുന്നത്. അഫോർഡബിൾ ആയിട്ട് നല്ല ഫാബ്രിക്കാണ്. ഗിഫ്റ്റ് ഡ്രസ്സ് ഇതാണ്. ജസ്ലിക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് ഇതാണ്. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് ഫ്രോക്ക് ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. കോട്ടൺ, പ്യുവർ കോട്ടൺ, അത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കളർ എനിക്ക്. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് ആൾക്കാരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓർഡർ എടുക്കുന്നത്. ഇൻസ്റ്റയിൽ മാത്രമേ ഉള്ളൂ, വാട്സപ്പ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ജസ്ലിക്ക് ഡ്രസ്സ് ഞാൻ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കല്യാണത്തിനൊക്കെ പോകുന്ന പറയുമ്പോൾ എനിക്കും വേണം ഡ്രസ്സ്. അപ്പം ഞാൻ എന്തിടുമെന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് യൂഷ്വലി ഞാൻ ജീൻസിൻ്റെ ഒപ്പം മാത്രമാണ് കുറേ വർഷങ്ങളായിട്ട്. ഒന്നുമില്ല, കാരണം കല്യാണത്തിന് പോകുമ്പോൾ ആ ഒരു രീതിയിൽ പോകണമല്ലോ. അപ്പോൾ കല്യാണത്തിന് പോയി ഞാൻ എന്തിടുമെന്ന് ആലോചിച്ച് കാരണം എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് ജോർജിൽ ഡ്രസ്സ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മെറ്റീരിയൽ എടുത്തു, 3 മീറ്റർ മെറ്റീരിയൽ എടുത്തു, ലൈനിങ്ങും എടുത്തു. ലൈനിങ് എടുത്ത് ഡ്രസ്സ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാനൊന്ന് മെസ്സേജ് അയച്ചു, ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യട്ടെ, എങ്ങനെ കൺഫേം ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അല്ല, കൺഫേം അല്ല, ചതിച്ചു. അപ്പോൾ വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ ഫാബ്രിക് ജോർജറ്റിൻ്റെ ഈ ഒരു ഷെയ്ഡ്, ഒരു വൈറ്റ് ഷെയ്ഡ്, ജോർജറ്റ് വൈറ്റ് ഷെയ്ഡ്. അവൾക്ക് വൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വൈറ്റ് എടുത്തില്ല. എനിക്ക് റെഡ് കളറൊക്കെ ഇട്ട് കല്യാണത്തിന് പോകുമ്പോൾ റെഡ് ഇട്ട് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ വൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നു. ഒരു ഫ്രോക്ക് ടൈപ്പ് സെയിം തന്നെ, ഇതുപോലത്തെ തന്നെ, ചുരിദാറായിട്ടല്ല, ഒരു ഉടുപ്പ് പോലെ ഇടാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള ഡ്രസ്സ് ചെയ്യാൻ. അപ്പോൾ അതിന് കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ലേസിൻ്റെ കയ്യിലിരുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ചെയ്യാൻ പോവാം. ഈ ശനിയാഴ്ചയാണ് എൻഗേജ്മെൻറ്റ്, തിങ്കളാഴ്ചയാണ് മാരേജ്. അങ്ങനെയാണ് കല്യാണത്തിന് ഇടാൻ പോകുന്ന ഡ്രസ്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കല്യാണത്തിന് പോകുന്നത് ഫുൾ എല്ലാം കൂടി ഈ വീഡിയോയിൽ തന്നെ കയറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ആ ബാഗിൽ ഇരിക്കുന്നുണ്ട് ഒരു ബ്ലൂ കളർ, അത് ഫുൾ എൻ്റെ ഡ്രസ്സ്. കാരണം എനിക്ക് ആകെ ഇത്രയും സ്പേസ് പറ്റി. ഈ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ അറിയാത്ത ആൾക്കാർ പോയാൽ പട്ടി ഞാൻ നിർത്താണ്ട് കുറച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് മയക്കൂലല്ലോ. അപ്പോൾ എന്താണെങ്കിലും സൗണ്ട് വീഡിയോ നല്ല സൂപ്പറായിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ആ ബ്ലൂ കളർ, ആ കവർ ഫുൾ എൻ്റെ ഡ്രസ്സാണ്. ഫുൾ ഇത്രയും സ്പേസ് ഉള്ളു. ഞാൻ ഇവിടെ റൂമിൽ തന്നെ ഇരുന്നല്ലേ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ സ്പേസ് ഒട്ടുമില്ല. ഇത് ഇത്രേ ഉള്ളൂ, സ്റ്റോറേജ് സ്പേസ് ഇത്രയും വരുന്നത്. അപ്പോൾ ആകെ എല്ലാം ഫസ്റ്റിലത്തെ ഈ 2 റോ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. ബാക്കി ഫുൾ നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ള സംഭവങ്ങൾ കയറ്റി വെച്ചേക്കുക. ബാക്ക്ഗ്രൗണ്ട് ഒന്നും മൈൻഡ് ചെയ്യില്ല. ഇത് ഫ്രണ്ട്,
ഫ്രണ്ടിലത്തെ ബാക്ക്. അപ്പോൾ ലൈനിൽ കട്ട് ചെയ്തെടുത്തു. ഇനി മെയിൻ ഫാബ്രിക് വെച്ചിട്ട് അടിച്ചാൽ മതി. ഒരാളെയും കൂടി കാണിച്ചു തരാം. ഹായ് പറഞ്ഞേ. ഹായ് ഉമ്മ എടുത്തേ. ആരാത്? ആരാത്? ഇതാരാ? അടിക്കൽ പറഞ്ഞേ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ തയ്ക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതിനെയും കൂടി നോക്കണം. അതൊരു ടാസ്കാണ്. അമ്മയുടെ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്, കാരണം മുള്ളി നനഞ്ഞിരിക്കുമായിരുന്നു. അതെ, ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി. സുന്ദരി ഏതാ? കുഞ്ഞുവാവ ഏതാ? വരക്കാളി ഏതാ? ഇല്ല ഇതാ. ഉറക്കിട്ടൊക്കെ വന്നത് ചെയ്യാം. വീണ്ടും നമ്മുടെ വർക്കിലേക്ക് വരാം. സ്റ്റിച്ച് പിടിക്കുന്നില്ല. നല്ല പൊടിയൊക്കെ ഇരിക്കുവാണെങ്കിൽ സ്റ്റിച്ച് പിടിക്കത്തില്ല. ചേട്ടൻ പറഞ്ഞെങ്കിൽ സ്റ്റിച്ച് പിടിക്കാണ്ടിരിക്കുവാണെങ്കിൽ ആദ്യമേ ഫസ്റ്റ് ദൂരെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല വൃത്തി കുറവുണ്ട്. ബാക്ക് സൈഡിന്റെ പീസാണ്. അപ്പോൾ ബാക്ക് സൈഡ് റെഡിയായി. ഇനി ഫ്രണ്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ കിടക്കുക. അപ്പം അതിന് ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വിശക്കും. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വന്നിട്ടുണ്ട്, കാരണം ഈ ഒരു ടോപ്പ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 299 നമ്മൾ ക്രോപ്പ് ടോപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ DM ചെയ്യുന്നത്. 299 പ്യുവർ കോട്ടൻ്റെ ടോപ്പ്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതെന്തായാലും കല്യാണം അത് ഇട്ട് പോകുന്നതും കല്യാണം അതെല്ലാം കൂടി ഫെയർ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.